അറിയുന്നില്ല ഞാൻ തനിയാണെന്ന്. എൻ്റെ 2-3 കൂട്ടുകാരൊക്കെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ തനിയായിരുന്നു. വണ്ടി എടുത്ത് കുറച്ച് ദൂരം മുമ്പോട്ട് പോയപ്പോൾ പെട്ടെന്നൊരു പേടി എനിക്ക് വരാൻ തുടങ്ങി. ഇവിടുന്ന് തിരുവനന്തപുരം വരെ എത്തി മോളെയും വിളിച്ച് തിരിച്ചെത്തണം. അത്രയും ദൂരം ഞാൻ വണ്ടി ഒറ്റയ്ക്ക് ഓടിച്ചിട്ടില്ല. എനിക്ക് പെട്ടെന്നൊരു പേടി വന്നപ്പോൾ ഞാൻ കാർ ഒരു വശത്തേക്ക് ഒതുക്കി നിർത്തി. എൻ്റെ കർത്താവേ, എനിക്ക് പേടിയാവുന്ന എൻ്റെ കൂടെ ഒന്നുണ്ടായിരിക്കണേ എന്ന് ഹൃദയം തുറന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ കൂടെ വലതുവശത്തിരിപ്പുണ്ട്. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുകയാണ്, മുഖം ഞാൻ കണ്ടില്ല. പക്ഷേ ദേഹം മുഴുവൻ ഇട്ടിരിക്കുന്ന ഉടുപ്പ് സഹിതം എല്ലാം എനിക്ക് കാണാം. വലിയൊരു ധൈര്യം എനിക്ക് കിട്ടി. കർത്താവ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഭയപ്പെടേണ്ട മകളെ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നീ ഓടിച്ചോ എന്ന് പറഞ്ഞു. ആ ധൈര്യത്തിൽ ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരം വരെ പോയി. മോളെയും തിരിച്ചു വിളിച്ച് കാറിൽ കയറ്റി തിരിച്ച് കാറ് ഇറക്കാൻ നേരം ഞാൻ പറഞ്ഞു, മോളെ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് വണ്ടി ഓടിക്കാം എന്ന് പറഞ്ഞു. മോളെയും കാറിൽ കയറ്റി തിരിച്ച് വണ്ടി എടുക്കുന്ന സമയം ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്തേക്ക് എൻ്റെ എല്ലാ പ്രാർത്ഥനകളും കണ്ണടച്ച് കർത്താവിൻ്റെ രൂപം ധ്യാനിച്ചുകൊണ്ടൊരു പ്രാർത്ഥനയായി മാറിക്കഴിഞ്ഞിരുന്നു. പക്ഷെ ഞാൻ അറിയുന്നില്ല, വണ്ടി മുമ്പോട്ട് ഓടുകയാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ കൊല്ലത്തെത്തി വണ്ടി നിർത്തി ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അല്പസ്വല്പമൊക്കെ വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന എൻ്റെ മകള് അത്ഭുതപ്പെട്ട് കാറിലിരിക്കുക, ഇറങ്ങുന്നില്ല. എന്താ മോളെ ഇറങ്ങാത്തെ? അമ്മ എന്തുവാ ഈ കാണിച്ചേ? ഞാൻ എന്ത് കാണിച്ചു? അമ്മ ഇത്രയും നേരം പ്രാർത്ഥിച്ച സമയം മുഴുവനും കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ച് ഈ കൊല്ലത്തെത്തുന്നവരെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമായിരുന്നെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്, ഞാനല്ല ആ വണ്ടി ഡ്രൈവ് ചെയ്തത്. കർത്താവ് എനിക്ക് വേണ്ടി വണ്ടി ഓടിച്ച് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരെ കൊണ്ടെത്തിച്ചു എന്ന് മനസ്സിലാക്കി. അപ്പൊ ശരിക്കും ആ ഒരു ശക്തി എങ്ങനെ ഇത് എന്നെ നയിച്ചുകൊണ്ട് പോകുന്നു. പലപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടു. എനിക്കിതിൻ്റെ ഉത്തരം പിടികിട്ടുന്നില്ല. എനിക്ക് ബൈബിള് വായിച്ചിട്ടും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരോടും എനിക്കൊന്നും ചോദിക്കാനും വയ്യ. ആരോടെങ്കിലും ചോദിച്ചാൽ ഇരട്ടി കൺഫ്യൂഷൻ ആക്കിക്കളയുമോ എന്നൊരു പേടിയുണ്ട്. അത് കാരണം ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മൂത്ത നാത്തൂന് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാവാൻ തുടങ്ങി. ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ ദേഷ്യം, വഴക്ക്, അവസാനം വിവാഹമോചനത്തിന്റെ ഘട്ടം വരെ എത്തി. അപ്പൊ എൻ്റെ അപ്പച്ചി പറയുകയും ചെയ്തു, ഇവിടുന്ന് ഇറങ്ങിപ്പോയ സാത്താൻ ഇപ്പൊ അവിടോട്ടാ ചെന്ന് കയറിയാണ്. അതേപോലെ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പൊ അവരെ പെട്ടെന്നൊരു ധ്യാനത്തിന് കൊണ്ടുപോകണം എന്നൊരു സ്റ്റേജ് വന്നു. ആ സമയത്ത് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഞാനൊന്ന് ധ്യാനത്തിന് പൊയ്ക്കോട്ടെ ഇവരുടെ കൂടെ എന്ന് ചോദിച്ചു. കർത്താവ് എന്നെ കട്ട് ചെയ്ത് കളഞ്ഞു. കർത്താവ് പറഞ്ഞു, മതി, നീ പ്രാരംഭ ധ്യാനം കൂടിയത്, നീ ഇനി വളർച്ചയുടെ ധ്യാനമാണ് കൂടേണ്ടത്. അപ്പൊ ഈ പ്രാരംഭ ധ്യാനം എന്തുവാ, വളർച്ചാ ധ്യാനം എന്തുവാ, ഇതും എനിക്കറിയത്തില്ല. എല്ലാം കർത്താവ് തന്നെ പറഞ്ഞു തരുക. ഞാൻ വളരെ ക്ഷമയോടെ ആ ധ്യാനത്തിന് പോകാതെ പിടിച്ചു നിന്നു. വളർച്ചാ ധ്യാനത്തിലേക്ക് പോകാനുള്ള ഒരു അവസരം ഉണ്ടായി. അങ്ങനെ ഒരു ധ്യാനത്തിന് പോയപ്പോഴാണ് ഒരു വ്യക്തിയിൽ കർത്താവിൻ്റെ ഒരു ശക്തി, ആ വിശുദ്ധീകരണം കടന്നു വരുമ്പോൾ ആ വ്യക്തിയിൽ കർത്താവിൻ്റെ ഒരു അമാനുഷിക ശക്തി പലപ്പോഴും പ്രകടമാവും എന്നൊരു പോയിന്റ് ആ ധ്യാനത്തിൽ വെച്ച് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇത്രയും നാളും കർത്താവ് ചെയ്തുകൊണ്ടിരുന്നത് ഇതായിരുന്നു, എന്നെ കൂടുതൽ വിശ്വാസത്തിലേക്ക് നയിക്കാനായിരുന്നു. ആ വിശ്വാസത്തിന്റെ മേഖലയിൽ നിന്നുകൊണ്ട് പലരുടെയും ആത്മീയമായിട്ടുള്ള രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് എന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, കർത്താവേ മതി, ഞാൻ എല്ലാം വിടുകയാണ്, എൻ്റെ കുടുംബവും വിട്ട് ഈ ബൈബിളും കൊണ്ട് ഒരു വെള്ള വസ്ത്രവും ധരിച്ച് ഞാൻ ഇറങ്ങുകയാണ് നിനക്ക് വേണ്ടി പ്രഘോഷിക്കാനെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, അവിടെ ഇരിക്കുക, ആയിരിക്കുന്ന അവസ്ഥയിൽ നീ ഇരിക്കുക, നിന്റെ കുടുംബത്തിലെ എല്ലാവരെയും രക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിന്നെ അതിനുവേണ്ടിയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്, നീ എനിക്ക് വേണ്ടി അത് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നിന്നെ ഞാൻ പുറത്തോട്ട് കൊണ്ടുപോകത്തുള്ളൂ എന്ന് പറഞ്ഞു. വലിയ വിഷമം തോന്നി, പുറത്തിറങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്ന്. പക്ഷെ കർത്താവിനെ അനുസരിച്ചു. ആ അനുസരണയിൽ കർത്താവ് പറഞ്ഞ ഓരോ കാര്യങ്ങളും അനുസരിച്ച് നിൽക്കാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ, അത് അത്ഭുതങ്ങളെന്നല്ല, ദൈവത്തിൻ്റെ ഒരു നടത്തിപ്പായിട്ട് എൻ്റെ ജീവിതത്തിൽ വന്നു. ഒരു ഘട്ടത്തിൽ എന്നടുത്ത് കർത്താവ് പറഞ്ഞു, മോളെ അവൻ്റെ പ്രഷറും ഷുഗറും ഞാനിങ്ങ് എടുക്കുക കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് വിശ്വാസം വരുന്നില്ല. ഞാൻ ആരോടും പറഞ്ഞില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയി. ബ്ലഡൊക്കെ കൊടുത്തിട്ട് ചെക്കപ്പിന് എല്ലാം ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തു. ഞാൻ കോളേജിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എൻ്റെ അടുത്ത് പറയാം, ഞാൻ ബ്ലഡൊക്കെ കൊടുത്തു കേട്ടോ സ്ഥിരമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കൊടുത്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. സാരമില്ല, നീ ഇപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചോ, ദൈവം ശരിയാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ ഒരു 5 മണി 6 മണി സമയമായപ്പോൾ എൻ്റെ അച്ഛൻ ഫോൺ ചെയ്യുക, ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് ഫോൺ ചെയ്യുക. ഞാൻ ചോദിച്ചു, എന്തായി, റിസൾട്ട് കിട്ടിയോ? അപ്പോൾ എൻ്റെ അച്ഛൻ കരഞ്ഞുകൊണ്ട് ഫോണിൽ കൂടെ പറയുകയാണ്, മോളെ നീ ഏത് വിശ്വാസത്തിൽ നിൽക്കുന്നോ ആ വിശ്വാസത്തിൽ തന്നെ നിന്നാ മതി, നിന്റെ വിശ്വാസം ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഉച്ചയ്ക്ക് എൻ്റെ കയ്യിൽ റിസൾട്ട് കിട്ടിയതാ മോളെ, അവൻ്റെ എല്ലാ ഫങ്ഷനും നോർമലായിരിക്കുന്നു, പ്രഷർ ചെക്ക് ചെയ്തപ്പം ഷുഗർ ഇല്ല, ഒന്നുമില്ല, അവൻ നോർമലായിരിക്കുന്നു.
എന്നിട്ട് എൻ്റെ അച്ഛന് വലിയ വിശ്വാസത്തോടെ എൻ്റെ അടുത്ത് പറയുകയാണ്, മോളെ നീ നിൽക്കുന്ന വിശ്വാസം വിട്ടിട്ട് നീ എങ്ങും പോകണ്ട, എനിക്ക് മനസ്സിലായി നിന്റെ വിശ്വാസം ശരിയാണെന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് കർത്താവിന് നന്ദി പറഞ്ഞു. രോഗങ്ങളെല്ലാം മാറി, എങ്കിലും മദ്യപാനം, മരുന്നുകളോടുള്ള ആസക്തി അത് വീണ്ടും അദ്ദേഹത്തിൽ ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു ദിവസം കർത്താവിൻ്റെ അടുത്ത് ചോദിച്ചു, കർത്താവേ എന്തുകൊണ്ടാണ് കർത്താവ് ഇതൊന്നും പെട്ടെന്ന് ശരിയാവാത്ത, എല്ലാം ഒന്ന് ശരിയാക്കി അദ്ദേഹത്തിന്. അപ്പോൾ കർത്താവ് എൻ്റെ അടുത്ത് പറയാണ്, മോളെ എനിക്ക് അവനെ വേണം. എനിക്ക് ഒറ്റയടിക്ക് രോഗം സുഖപ്പെടുത്താൻ കഴിവില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവനത് താങ്ങാൻ പറ്റത്തില്ല. ഘട്ടം ഘട്ടമായിട്ട് ഞാൻ അവനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ രോഗങ്ങളെല്ലാം മാറി. ഈ രോഗങ്ങൾ മാറുന്നതിന് മുമ്പ് ഒരത്ഭുതവും കർത്താവ് ചെയ്തിരുന്നു. അത് ഞാൻ ഗുളിക എടുത്ത് കൊടുക്കാനായിട്ട് ഇങ്ങനെ വരിക, അദ്ദേഹം വെള്ളം എടുത്ത് ഗുളിക തിന്നാനിരിക്കുക. പെട്ടെന്ന് ഞാൻ കർത്താവിന് മുമ്പ് ചോദിച്ചു, കർത്താവെ ഇപ്പോഴും ഈ മരുന്ന് കൊടുക്കേണ്ടി വരുന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞു. ഉടനെ കർത്താവ് പറഞ്ഞു, എന്തിനാ മോളെ നീ അവനെ ഈ ഗുളിക എല്ലാം കൂടെ തീറ്റിക്കുന്നത്? ഇങ്ങനൊരു വ്യക്തി സംസാരിക്കുന്ന പോലെ. ഞാൻ അപ്പം തന്നെ ഈ ഗുളിക കയ്യിൽ നിന്ന് അങ്ങ് വലിച്ചെറിഞ്ഞു. ഓടിച്ചെന്ന് ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇനി മരുന്ന് തരുന്നില്ല കേട്ടോ. അപ്പം അദ്ദേഹത്തിന് ഭയങ്കര പേടിയായിപ്പോയി. അയ്യോ പെട്ടെന്ന് ഇങ്ങനെ ഗുളിക നിർത്തിയാൽ എനിക്ക് വീണ്ടും രോഗം വന്നാലോ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കർത്താവ് പറഞ്ഞ സംഭവിച്ചിരിക്കും. ഞാൻ എൻ്റെ അച്ഛനെയും വിളിച്ചു പറഞ്ഞു, ഞാൻ ഇനി ഗുളിക കൊടുക്കുന്നില്ല. അപ്പം അച്ഛനും പറഞ്ഞു, ഡോക്ടറോടൊന്ന് ചോദിച്ചിട്ട് മതിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കർത്താവ് പറഞ്ഞെങ്കിൽ ആ രോഗം മാറിയിരിക്കും. പ്രിയപ്പെട്ടവരെ, ആ ഗുളിക നിർത്തി അതിൻ്റെ പിറ്റേ ദിവസം തുടങ്ങിയാണ് അദ്ദേഹത്തിന് അസുഖം കുറഞ്ഞു തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് അസുഖം പൂർണ്ണമായി മാറിയെന്നുള്ള കാര്യം ആ ചെക്കപ്പിലൂടെ കർത്താവ് തെളിയിച്ചും തന്നു. അപ്പോഴും അദ്ദേഹം കർത്താവിനെ പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ടില്ല, രക്ഷിക്കപ്പെട്ടിട്ടില്ല, കർത്താവിനെ നാഥനായിട്ട് സ്വീകരിച്ചിട്ടില്ല. അപ്പം ഞാൻ വീണ്ടും കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് എന്തുകൊണ്ട് ഈ താമസം? കർത്താവ് പറഞ്ഞൊരു സമയമുണ്ട്, ആ സമയത്ത് ഞാൻ അവനെ വിടുവിച്ച് നിന്റെ കയ്യിൽ തരും എന്ന് പറഞ്ഞ് കർത്താവ് എനിക്ക് ഉറപ്പ് തന്നു. ഒരു രാത്രി അദ്ദേഹത്തിന് വീണ്ടും ഒരു മാനസിക വിഭ്രാന്തി പോലെ അങ്ങ് ഇളകി തുടങ്ങി. രണ്ടാമതും അപ്പോൾ മരുന്നുകളെല്ലാം നിർത്തി, അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിച്ച്, കർത്താവെ നിന്നെ അറിയുന്നവർ ലോകത്തിൻ്റെ മുമ്പിൽ ലജ്ജിച്ചു പോകാൻ ഇടവരികയില്ല എന്ന് വചനം പറയുന്നു. ഒരിക്കലും കർത്താവെ നീ ഞങ്ങളെ ലജ്ജിക്കാൻ ലോകത്തിൻ്റെ മുമ്പിൽ വിട്ടുകൊടുക്കരുത്. നിന്നെ പ്രതിയാണ് ഞങ്ങൾ ലോകത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഈ രോഗം തിരിച്ചു വരരുത്. ഇങ്ങനെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രാത്രിയായി, ഞങ്ങൾ രണ്ടുപേരെയും ഉറങ്ങാൻ കിടന്നു. അദ്ദേഹത്തിന് ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക. ഞാനങ്ങ് ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ നിന്ന് ഞാൻ ഉണരുമ്പം ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അദ്ദേഹം കട്ടിലില്ല. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ മുൻപിലത്തെ മുറിയിൽ ഒരു ടേപ്പ് റെക്കോർഡിൽ ഒരു ആത്മീയ ടോക്കിൻ്റെ കാസറ്റ് കേട്ടുകൊണ്ടിരിക്കുക. കാസറ്റ് ഒരു വശത്ത് കേൾക്കുന്നുണ്ട്, പക്ഷെ അദ്ദേഹം അത് ഭയങ്കര അസ്വസ്ഥനായിട്ട് ഇത് കേൾക്കാൻ പറ്റാതെ ഇങ്ങനെ വളരെ അസ്വസ്ഥപ്പെട്ടിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, അത് കേൾക്കുന്നില്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് വന്ന് കിടന്നുകൂടെ എന്ന് ചോദിച്ചു. ക്രുദ്ധമായിട്ട് എന്നെ ഒന്ന് നോക്കി. പിന്നെ ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ ഇങ്ങ് തിരിച്ചു വന്ന് ഞാൻ എൻ്റെ മുറിയിൽ കിടക്കാൻ കട്ടിലോട്ട് അങ്ങോട്ട് കിടക്കുമ്പോൾ ഞങ്ങളുടെ മുറിയിൽ ഒരു വല്ലാത്ത ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഈ ശബ്ദം ഞാനിങ്ങനെ ശ്രദ്ധിക്കും തോറും അത് കൂട്ടിലടച്ച ഒരു സിംഹത്തിൻ്റെ മുരളിച്ചയാണ്. നമ്മൾ സൂയിലൊക്കെ ചെല്ലുമ്പം വിശന്ന് സിംഹങ്ങൾ ഒരു വല്ലാത്ത ശബ്ദം ഉണ്ടാക്കുമല്ലോ, അതേപോലൊരു ശബ്ദം എൻ്റെ മുറിക്കകത്ത് മുഴങ്ങാൻ തുടങ്ങി. ഞാനിങ്ങനെ ചെവി ഓർത്തു, ഈ കാസറ്റിൽ നിന്ന് കേൾക്കുന്ന ശബ്ദമായിരിക്കുമെന്ന് വിചാരിച്ചു. വീണ്ടും ചെവി ഓർത്തപ്പോൾ അല്ല, കാസറ്റിലൊരു പ്രസംഗം കേൾക്കുന്നുണ്ട്, ഞങ്ങളുടെ മുറിയിൽ ഈ സിംഹത്തിന്റെ ശബ്ദവും ഉണ്ട്. പെട്ടെന്നൊരു വചനം എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. അവൻ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടു എന്നറിയാതെ വായും പിളർന്ന് നടക്കുകയാണ്. അയ്യോ ഇത് പിശാചാന്ന് പറഞ്ഞ് ഞാൻ ചാടി എൻ്റെ കട്ടിലിൽ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റപ്പോൾ കർത്താവിൻ്റെ സ്വരം വ്യക്തമായിട്ട് കേൾക്കും, നീ കിടക്കവിടെ എന്ന് പറഞ്ഞു. ഞാൻ ഈ എഴുന്നേറ്റ് അതേ സ്പീഡിൽ കിടന്നു കർത്താവിനെ അനുസരിച്ചു. പക്ഷെ എൻ്റെ ദേഹം ആലിലെ പോലെ വിറയ്ക്കുവോ. അയ്യോ കർത്താവേ ഇത് പിശാചാ എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് പറഞ്ഞു, നീ എൻ്റെ നാമത്തിൽ അവനെ ശാസിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് ആ പ്രാർത്ഥനയൊന്നും അറിയത്തില്ല, ഞാൻ ഇതൊരു പിശാചിനെ ഒന്നും ഓടിച്ചിട്ടില്ല, എനിക്ക് ഭയങ്കര പേടിയാ പിശാചിനെ എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് പറഞ്ഞു, മോളെ നീ ധൈര്യമായിട്ട് നിന്റെ കട്ടിലിൽ ഇരുന്നുകൊണ്ട് ഞാൻ പറയുന്ന പ്രാർത്ഥന ഏറ്റുപറ എൻ്റെ നാമത്തിലെന്ന് പറഞ്ഞു. കർത്താവ് ഓരോ വാക്കുകൾ എന്നെ അടുത്ത് പറയുകയാണ്. ആദ്യം വിറച്ച് പിന്നെ വലിയ ശക്തിയോടുകൂടി ഞാൻ ഈ പ്രാർത്ഥന പറയാൻ തുടങ്ങിയപ്പോൾ ഈ ശബ്ദം എൻ്റെ മുറിയിൽ നിന്ന് വിട്ട് ഇങ്ങനെ പോകുന്ന ഒരു അനുഭവം ഉണ്ടായി. അപ്പോഴും എനിക്ക് പിടി കിട്ടിയില്ല ഇതെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. പക്ഷെ അതിൻ്റെ തെളിവ് എനിക്ക് കിട്ടിയത് പിറ്റേ ദിവസം ഈ വലിയ അസ്വസ്ഥത കാണിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം പെട്ടിയെല്ലാം പാക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയുക, ഞാൻ ഒരു ധ്യാനത്തിന് പോവുകയാണ്. അപ്പൊ ഡിവൈനിലേക്കൊന്നും അല്ല, വേറൊരു സ്ഥലത്തേക്ക് ഒരു സ്നേഹത്തിൻ്റെ അനുഭവം കിട്ടുന്ന ധ്യാനം, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്ന ഒരു ധ്യാനം. ആ ധ്യാനത്തിലേക്ക് പോവുകയാണെന്നും പറഞ്ഞ് പെട്ടി അടച്ചു വെച്ച് ദേഹം ഒറ്റ പോക്കങ്ങ് പോയി. ഒരാഴ്ച ദൈവസന്നിധിയിൽ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ നിനക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാക്കി ആ മകനെ തിരിച്ചു കൊണ്ടുവരണം കർത്താവെ. അപ്പൊ കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ നീ പൂർണ്ണമായി അവനെ എനിക്ക് സമർപ്പിക്കുക. എനിക്കത് അറിയത്തില്ലായിരുന്നു.
ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, മോളെ, മുഴുവനായി നീ അവനെ എനിക്ക് വിട്ടുതരിക. എൻ്റെ വേലയ്ക്കായി നീ അവനെ വിട്ടു തന്ന് സമർപ്പിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഞാൻ അവനെ ഒരുക്കി തിരിച്ചു തരുമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ പൂർണ്ണ ഹൃദയത്തോടുകൂടി പ്രാർത്ഥിച്ചു, കർത്താവെ, മുഴുവനായി ഞാൻ അവനെ നിനക്ക് വിട്ടുതരികയാണ്. കർത്താവെ, നീ എടുക്കണം. നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നീ എനിക്ക് തിരിച്ചു തന്നാൽ മതി കർത്താവേ എന്ന് പറഞ്ഞു. ആ ധ്യാനം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ 14 വർഷത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു അതേപോലെയാണ് കർത്താവ് തിരിച്ചു കൊണ്ടുവന്നത്. അതൊരു 5 വർഷത്തിന് മുമ്പ്. ഞാൻ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞ് ഏകദേശം ഒരു 1.5 വർഷക്കാലത്തിന് ശേഷമാണ് അദ്ദേഹം കർത്താവിനെ അറിഞ്ഞത്. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ തീക്ഷ്ണത മനസ്സിലായപ്പോൾ ആ മകൻ ഇന്ന് കർത്താവിൻ്റെ മുമ്പിൽ സ്വന്തം ജീവിതം പൂർണ്ണമായി കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നു. അന്ന് മുതൽ ശരിക്കും പറഞ്ഞാൽ അത്ഭുതകരമായി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ മാറാൻ തുടങ്ങി. അതുവരെ നഷ്ടപ്പെട്ടു പോയിരുന്ന കുടുംബനാഥന്റെ സ്ഥാനം